വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ 20 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പുതുവർഷത്തിൽ തന്നെ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന 8 ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ആദ്യം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം ഡീപ്പായിട്ടുള്ള ഒരു പെനിട്രേഷൻ കൊണ്ടുവരാനായിട്ട് നോക്കുക. ഡീപ്പ് പെനിട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ജാക്കുലേഷൻ വജൈനയുടെ ഒരുപാട് ഉള്ളിലോട്ടാകുന്ന രീതിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ചില സമയത്ത് ചില ആളുകൾ ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഇജാക്കുലേഷൻ സംഭവിച്ച സ്പേം സെൽസ് വരുമ്പോഴേക്കും പയ്യെ ഒന്ന് പുറത്തേക്ക് എടുക്കുക. അതായത് മുഴുവനായിട്ട് സെപ്പറേറ്റഡ് ആവുമല്ല, പക്ഷെ പയ്യെ ഒന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് പുറത്തേക്ക് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു മെത്തേഡ് നമ്മൾ ചെയ്യാനായിട്ടേ പാടില്ല. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഇജാക്കുലേഷൻ വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും ഡീപ്പായിട്ടുള്ള പെനിട്രേഷൻ ആവാനായിട്ട് നോക്കുക. കാരണം കറക്റ്റ് ആ ഒരു സെർവിക്സിന് അടുത്ത് തന്നെയായിട്ട് ആ പെനിട്രേഷൻ ഉണ്ടാകാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിനെ പെട്ടെന്ന് തന്നെ സ്വിം ചെയ്തിട്ട് ട്യൂബിനടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇജാക്കുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു 2 seconds വരെയെങ്കിലും നിങ്ങൾ മാക്സിമം ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാനായിട്ട് വെക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 30 to 40 seconds ആ ഒരു പൊസിഷനിൽ തന്നെ രണ്ടുപേരും സെപ്പറേറ്റഡ് ആവാതെ ഒന്ന് കിടന്നിട്ട് സ്ലോലി സെപ്പറേറ്റഡ് ആവാനായിട്ട് നോക്കുക. പെട്ടെന്ന് ഇജാക്കുലേഷൻ സംഭവിച്ചിട്ട് പുൾ ഔട്ട് ആയിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ട് കുറച്ചധികം സ്പേം സെൽസ് പുറത്തേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞത്. അത് ചെയ്യാത്ത ആളുകൾ കൃത്യമായിട്ട് ആ ഒരു മെത്തേഡ് ഈ ഒരു പുതുവർഷത്തിൽ ഓപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾട്ടർനേറ്റീവ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഒരിക്കലും ഓവുലേഷൻ ഡേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാളുടെ കോണ്ടാക്ട് ചുരുങ്ങേണ്ടത്. നമ്മൾ ഓവുലേഷൻ ഡേറ്റിൽ അറൌണ്ട് 5 days മാത്രം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ നേരത്തെ നിങ്ങൾക്ക് ഓവുലേഷൻ ഉണ്ടാകാനും ലേറ്റ് ആയിട്ട് ഓവുലേഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ പുരുഷന്റെ സ്പേം സെൽസ് 4 to 5 days വരെയെങ്കിലും നിൽക്കും. നമ്മുടെ ശരീരത്തിന്റെ കണ്ടീഷനും അതുപോലെ പുരുഷന്മാരുടെ സ്പേമിന്റെ ക്വാളിറ്റിയും അനുസരിച്ചിട്ട് അത് 4 to 5 days വരെയെങ്കിലും ബോഡിയിൽ നിൽക്കും. ഈ ഒരു സമയത്ത് എഗ്ഗ് പൊട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് സ്പേം സെൽസ് ശരീരത്തിനകത്ത് ഇല്ലെങ്കിൽ പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസസ് അവിടെ കുറഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫെർട്ടൈൽ ടൈം പീരീഡിൽ മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാതെ ബ്ലീഡിങ് എപ്പോഴാണോ നിൽക്കുന്നത് അന്ന് മുതൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഒന്നിടവിട്ട ദിവസങ്ങളിലോ 2 ദിവസം കൂടുമ്പോഴോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കും. ഇത് ഏകദേശം അടുത്തൊരു പീരീഡ് ഡേറ്റ് വരെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അതായത് അടുത്തൊരു പീരീഡ് ആവുന്നത് ഒരു 10 ദിവസം മുൻപ് വരെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ അടുത്തൊരു പീരീഡ്സ് ഡേറ്റ് വരുന്നത് ജനുവരി 15 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ജനുവരി 5 വരെ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി. തൊട്ടടുത്തൊരു 10 ദിവസത്തേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട. കാര്യം അതൊരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ മാക്സിമം കെയർ ബോഡിക്ക് കൊടുക്കണം. അതുകൊണ്ട് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യണം കേട്ടോ. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവുലേഷന്റെ ബോഡി ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. പീരിയഡ്സ് വന്നാൽ മാത്രം പോരാ, ഓവുലേഷന്റെ ലക്ഷണങ്ങളും കൂടി നിങ്ങൾക്ക് ബോഡിയിൽ കണ്ടിരിക്കണം. കാരണം നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ചില ആളുകൾക്ക് 2 മാസം കൂടുമ്പോൾ പീരിയഡ്സ് ഉണ്ട്, ചിലർക്ക് 45 ദിവസം കൂടുമ്പോൾ, ചിലർക്ക് 40 ദിവസം കൂടുമ്പോഴൊക്കെ പീരിയഡ്സ് ഉണ്ട്. അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു പീരിയഡ്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇൻ കേസ് നിങ്ങൾക്ക് പീരിയഡ്സ് ആകുന്ന ഒരു ഫസ്റ്റ് ഒരു പ്യൂബേർട്ടി എത്തുന്ന സ്റ്റേജ് മുതൽ ഏകദേശം ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എപ്പോഴും 14 days കൂടുമ്പോഴാണ് പീരിയഡ്സ് ആയത്, ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊന്നും വലിയ പ്രശ്നമൊന്നും നിങ്ങൾക്കില്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഒരു 1-2 വർഷമായിട്ടുള്ള നിങ്ങൾക്ക് 40 ഡേയ്സിലോ 45 ഡേയ്സിലൊക്കെയാണ് പീരിയഡ്സ് വരുന്നതെങ്കിൽ അതിനർത്ഥം ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഓവുലേഷൻ നടക്കാത്ത സാഹചര്യങ്ങളും കൂടി ഉണ്ടാകുന്നു എന്നാണ്. അതുകൊണ്ട് എപ്പോഴും പീരിയഡ്സിന്റെ ആ ഒരു ബ്ലഡ് മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ പോരാ, ഓവുലേഷന്റെ ലക്ഷണങ്ങളും കൂടി നിങ്ങൾക്ക് ബോഡിയിൽ ഉണ്ടാകണം. ഒരുപാട് ഓവുലേഷൻ സിംറ്റംസ് നമുക്കുണ്ട്. തലവേദന ഉണ്ടാവുക, അടിവയറ് വേദന ഉണ്ടാവുക, സെക്സ് ഡ്രൈവിൽ വ്യത്യാസം, സെർവിക്കൽ മ്യൂക്കസിൽ ഉണ്ടാകുന്ന ടെക്സ്ചറിൽ വ്യത്യാസം, നമുക്ക് സ്മെല്ല് കിട്ടുന്നതിൽ വ്യത്യാസം, അങ്ങനെ പല തരത്തിലുള്ള ഓവുലേഷൻ സിംറ്റംസ് ഉണ്ട്. അറിയാൻ വേണ്ടിയിട്ട് ഓവുലേഷൻ സിംറ്റംസ് ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഓവുലേഷൻ സിംറ്റംസും ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സിംറ്റംസ് നിങ്ങൾക്ക് ബോഡിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. ആ സിംറ്റംസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല, ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ റിസൾട്ട് കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഫോളിക്കുലർ സ്റ്റഡി നടത്തി നോക്കണം കേട്ടോ. ഈ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ കുഞ്ഞുതായിട്ട് മിസ്റ്റേക്സ് വന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 2025 നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കാതിരുന്നത്. ആ ഒരു മിസ്റ്റേക്ക് ഇവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ദിവസവും ഗ്രാമ്പു വെള്ളം കുടിക്കാനായിട്ട് നോക്കുക.
ഇത്രമാത്രം ബെനിഫിറ്റ് ഉള്ള ഒരു ടിപ്പ് ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ. കേവലം 3-4 ഗ്രാമ്പു എടുത്ത് തലേ ദിവസം തിളപ്പിച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളം കുടിക്കുമ്പോഴേക്കും പ്രഗ്നന്റ് ആയവരുടെ കണക്കുണ്ടല്ലോ 3000 വരെയും കടന്നു. കുറേയൊക്കെ ആയപ്പോഴേക്കും ഞാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര പേർക്ക് പോസിറ്റീവ് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഫോണിലെ കാലണ്ടറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു കണക്ക് പോയി. അത്രയധികം പേരാണ്, 3000-ലധികം പേരാണ് ക്ലോസ് വാട്ടർ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മുടെ ചാനലിൽ പ്രഗ്നന്റ് ആയത് കേട്ടോ. ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദീജോസ് വേൾഡ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ കൊടുക്കുക, പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമ്പു വെള്ളം കുടിച്ച് ചേച്ചി, പ്രഗ്നന്റ് ആയ ചേച്ചി എന്ന് പറയുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വെറും 3-4 ഗ്രാമ്പുമാണ് അവർ യൂസ് ചെയ്യുന്നത്. ഗ്രാമ്പു ഉപയോഗിക്കുന്നത് വഴി ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിന്റെ പ്രവർത്തനവും ലൂട്ടനൈസിംഗ് ഹോർമോൺസിന്റെ പ്രവർത്തനവും കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഈ 2 ഹോർമോൺസുമാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള എഗ്ഗിന്റെ പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 2 ഹോർമോൺസ്. അപ്പോൾ ഇതിന്റെ പ്രവർത്തനം നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് LH ഹോർമോണിന്റെ ഒക്കെ സർജ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഗ്രാമ്പു വെള്ളം ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ക്ലോസ് വാട്ടർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദീജോസ് വേൾഡ് ക്ലോസ് CLOVES ക്ലോസ് വാട്ടർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കിട്ടും. നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം വെറും വയറ്റില്ല 1/2 ഗ്ലാസോ 1 ഗ്ലാസോ നിങ്ങളും കുടിക്കുക, ഹസ്ബൻഡിനും കൊടുക്കാനായിട്ട് നോക്കുക. ഒരു മാസം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങളൊരു 2-3 months ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ, കുറച്ചല്ലേ നമ്മളടുത്ത് തിളപ്പിച്ച് കുടിക്കുന്നുള്ളൂ എന്ന് വെച്ചിട്ട് 1/2 ഗ്ലാസ് നമ്മൾ തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഒരു 5 ഗ്ലാസ് അതിലോട്ട് ഇടരുത്. കാര്യം അതിന്റെ ചൂട് നന്നായിട്ട് കൂടുമ്പോൾ നമുക്ക് ശരീരത്തിന് പറ്റില്ല. 1/2 ഗ്ലാസ് ആണ് നിങ്ങൾ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നതെങ്കിൽ 2-3 ഗ്രാമ്പു മതി. 1 ഗ്ലാസ് ആണെങ്കിൽ ഒരു 4 വരെ നമുക്ക് മാക്സിമം എടുക്കാം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒരുപാട് വരില്ല, ചൂടോ അങ്ങനെ മടുപ്പോ നമുക്ക് ഉണ്ടാവില്ല. ഒരു ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഗ്രാമ്പു വെള്ളം സ്ഥിരം നിങ്ങൾ ഉപയോഗിക്കുക. ഒരു 4 months വരെയൊക്കെ എടുത്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുക്കുക. ദെൻ ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഒപ്പം എഗൈൻ ഗ്രാമ്പു വാട്ടർ കുടിച്ചിട്ടൊന്ന് മുൻപോട്ടേക്ക് പോവുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ എടുക്കുക. കാരണം നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ ഉണ്ടാവുന്ന ഒരു സ്പൈസസ് അല്ലേ അത്. ആ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് അത് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം, ഡെയിലി എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. 30 minutes ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ട് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മുടെ ദേഹമൊക്കെ അനങ്ങുന്നുണ്ടല്ലോ, നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ഓടി നടക്കുമല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, രാവിലെ മുതൽ കിച്ചണിൽ കയറി കിച്ചണിലെ ഫുഡൊക്കെ ഉണ്ടാക്കി തിരിച്ച് ജോലി സ്ഥലത്ത് പോയി പിന്നെ അവിടെ ജോലി ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ എനിക്ക് നടക്കുമല്ലേ ചേച്ചി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. പക്ഷെ അതൊരിക്കലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ എങ്ങനെ ജോലി ചെയ്തെന്ന് നോക്കാം. അവർ കല്ലിലിട്ട് കൊട്ടിയിട്ടാണ് അലക്കിക്കൊണ്ടിരുന്നത്. അവർ മുറ്റമടിക്കുന്നത് അല്ലെങ്കിൽ അവർ നിലം തുടയ്ക്കുന്നതൊക്കെ ഇരുന്നോണ്ടും അതുപോലെ മാവ് ആട്ടുന്നതൊക്കെ ഇരുന്നോണ്ടൊക്കെ ഇട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ എന്തെങ്കിലും ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ ലോവർ അബ്ഡമൻ ഒന്നും ഒരു പ്രഷറോ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലേഷനോ ഒന്നും അവിടെയൊന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള ഇന്ത്യൻ ക്ലോസറ്റ് അല്ല, യൂറോപ്യൻ ക്ലോസറ്റ് ആണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കും അങ്ങോട്ടേക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒന്നും തന്നെ കിട്ടുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡി ഒട്ടും സ്റ്റിമുലേറ്റഡ് ആവാതെയാണ് പോകുന്നത്. നമ്മൾ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, ബട്ടർഫ്ലൈ എക്സസൈസ്, കോബ്ര പോസ്, മാലാസന എക്സസൈസ്, മാലാസന വോക്ക് എക്സസൈസ്, ബ്രിഡ്ജ് പോസ്, പിജിയോൺ പോസ്, അങ്ങനെ ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാകും. കൃത്യമായിട്ട് നിഷ്ഠയോട് കൂടിയിട്ട് ആ ഒരു എക്സസൈസ് ഫോളോ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഈ എക്സസൈസിന്റെ ഒക്കെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ദീജോസ് വേൾഡ് നമ്മുടെ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോസ് കിട്ടും കേട്ടോ. 6ാമതായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ സ്ട്രെസ്സിൽ കൂടി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല. പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു പ്രഗ്നൻസി പോയിട്ടുള്ള ആളുകൾ അയ്യോ പോവോ എന്നിങ്ങനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ അത് പോകും. കാര്യം നമ്മൾ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ടെൻഷൻ അനുഭവിക്കുന്ന സമയത്ത്. ഇതൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ശരീരം ഇംപ്ലാന്റേഷൻ ഒരിക്കലും സപ്പോർട്ട് കൊടുക്കില്ല. നേരെ മറിച്ച് നമ്മുടെ ബോഡി നമുക്കേ സപ്പോർട്ട് തരുള്ളൂ. നമുക്ക് സപ്പോർട്ട് തരുന്ന എങ്ങനെ? നമ്മുടെ ബോഡിയെ ബാക്ക് ടു നോർമൽ ആക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയി പോകും. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നത് ലിമിറ്റ് ചെയ്യുക. നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് മാത്രമല്ല, പാക്കറ്റിൽ കിട്ടുന്ന വറപലഹാരങ്ങളും എണ്ണ പലഹാരങ്ങളും ഒക്കെ നിങ്ങൾ കഴിക്കുന്നത് നന്നായിട്ട് ലിമിറ്റ് ചെയ്തോളുക. എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസും അതുപോലെ മൈദയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് ഹോർമോണൽ ഇഷ്യൂസ് ബോഡിയിൽ ഉണ്ടാക്കും. PCOD പോലുള്ള ബുദ്ധിമുട്ടുകളും ഒബിസിറ്റി പോലുള്ള കണ്ടീഷൻസും നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ പ്രഗ്നൻസി നീണ്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. മാസത്തിൽ 2-3 തവണ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ എല്ലാ
എല്ലാ ദിവസവും ചായക്ക് കടിയായിട്ട് കപ്പോർത്തത്, ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നതും ജോലി സ്ഥലത്ത് പോയിട്ടോ പുറത്ത് പോയിട്ടോ ചായക്ക് കടിയായിട്ട് ഉഴുന്നുവടയും സവാളവടയും ഒക്കെ മേടിച്ച് കഴിക്കുന്നതും ശരീരത്തിന് നല്ലതല്ല. ഒരു ദിവസം ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് 24 ദിവസം 26 ദിവസം നമ്മൾ എടുത്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മുടെ ബോഡീനെ അത് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യില്ല. പ്രഗ്നൻസി നീണ്ടു പോകാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. മെലിഞ്ഞിരിക്കുന്ന ആളുകൾക്കും ലീൻ PCOD എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകും. ഫാറ്റ് ഇഷ്യൂസ് കൂടുതലായിട്ടുണ്ടാകും. അതുപോലെ നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത തരത്തിലുള്ള ഫാറ്റ് ഇഷ്യൂസ് ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും അതും നമ്മുടെ പ്രഗ്നൻസി എഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളും ഹസ്ബൻഡും തമ്മിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ക്വാളിറ്റി ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മാക്സിമം നിങ്ങളൊരു ഹാപ്പിനെസ്സിൽ കൂടി മുൻപോട്ടേക്ക് പോവുക. കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള നിങ്ങളോടൊരു എയിം ആയിട്ട് മാറാതെ പരസ്പരം സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. പരസ്പരം ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം കോണ്ടാക്ട് കഴിഞ്ഞിട്ടും ഈ ഒരു ഇന്റിമസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആഫ്റ്റർ എജാക്കുലേഷനും രണ്ടുപേരും ഹഗ് ചെയ്ത് കുറച്ചധികം നേരം കിടക്കുന്നതും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതും റിലാക്സ് ആകുന്നതും ഒക്കെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഒരുപാട് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള രീതിക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങുവാണെങ്കിൽ ഈ ജനുവരി തീരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി ആദ്യം തന്നെ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. അയ്യോ ഞാൻ ആയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ ഇങ്ങനെ ഡെസ്പായി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസി നീണ്ടു പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ മുൻപോട്ടേക്ക് പോകാനായിട്ട് നോക്കുക. നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും എടുക്കുന്ന എല്ലാ എഫേർട്ടും നമുക്കും ശരീരത്തിനും നല്ല ക്വാളിറ്റി ഉണ്ടാകുന്നതും ശരീരത്തിന് നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ളതും ആകാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ വീഡിയോ ഞാൻ കണ്ടതിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെജോറിറ്റി ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷനും നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന സെഡൻഡറി ആൻഡ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ മൂലമാണെന്ന്. നമ്മൾ എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടും നല്ല ഭക്ഷണങ്ങൾ കഴിക്കാത്തത് കൊണ്ടും ഒക്കെയാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.